ടോട്ടലായിട്ട് 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ക്യൂട്ട് ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു വില്ല, അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. ഇതാ ഈ കാണുന്ന വീട് ടോട്ടലായിട്ട് 3 സെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ വർക്കും ഇൻറ്റീരിയർ വർക്കും എല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ എലിഗൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപമാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരിയധികം ആക്സസ് ഉണ്ട്. നാലാഞ്ചിറ സൈഡിൽ നിന്നോ ശ്രീകാര്യത്ത് നിന്നോ അവിടെ നിന്നെല്ലാം വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് ജെ ക്രിയേഷൻസിൻ്റെ ജെ ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു വില്ല പ്രോജക്റ്റ് ഉള്ളത്. ടോട്ടലായിട്ട് 10 വില്ലാസ് മാത്രമുള്ളൊരു പ്രോജക്റ്റാണ്. ഇതിനകത്ത് നേരത്തെ ഉള്ളൊരു വില്ല നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിനകത്ത് ടോട്ടലായിട്ട് 3 വില്ലാസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. എങ്ങനെ വെച്ചാൽ ഈ കാണുന്ന 3 സെൻറ്റിലുള്ള 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 2 വില്ലയും നമുക്ക് മേളിലുള്ള 4.1 സെൻറ്റിലുള്ള ഒരു വില്ലയുടെ വീഡിയോ, അതായത് അതേ സെയിം പോലത്തെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ കാണുന്ന 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് കേട്ടോ. എങ്ങനെ വെച്ചാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. വീട് എന്തായാലും വന്ന് കാണുക. അത് നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നിങ്ങൾ നാലാഞ്ചിറ ഭാഗത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബെനഡിക്ട് നാർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ബെനഡിക്ട് നാർ വഴി കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു തോടിൻ്റെ അരയത്തും അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇടവക്കോട് പോകുന്ന റോഡാണ്. ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് കാണാൻ സാധിക്കും. ഇനി അതല്ല നിങ്ങൾ ശ്രീകാര്യം സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇടവക്കോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. ജെ ഡ്രീംസ് എന്ന് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കിത് മുൻവശത്ത് ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ അത്യാവശ്യം വലിയൊരു വണ്ടി നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം നമ്മുടെ മുൻവശത്ത് കിട്ടുന്നുണ്ട്. ഈ ഗേറ്റ് വന്നിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ തള്ളി നീക്കാവുന്ന ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രീതിയിലുള്ള സ്പേസ് കൺസ്ട്രെയിൻസ് ഒന്നും തോന്നത്തുമില്ല. നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഇങ്ങനെ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമ്മുടെ ഈ വീട് വന്നിട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. വീടിനകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഒരു ഫീൽ നോക്കിക്കൊള്ളേ. എങ്ങനെയുണ്ട് ആ ഒരു കളർ തീം ആയാലും ഇൻറ്റീരിയർ വർക്ക് ആയാലും നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മിനിമലായിട്ടുള്ള ലൈറ്റിംഗ് ആണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ലക്ഷറി ഫീലിലാണ് നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ്. ഇതെല്ലാം തന്നെ കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇതിനകത്ത് സാനിറ്ററി വെയർസ് ആണെങ്കിലും അതുപോലെ പൈപ്പ് ഫിറ്റിങ്സ് ആണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നമുക്കിതാ ഈ കാണുന്നത് പോലെ പുൾ ഔട്ട് യൂണിറ്റ്സ് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇത് എല്ലാം വന്നിട്ട് സ്ലീക്കിൻ്റെതാണ് കേട്ടോ. ഏറ്റവും ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കിയ ഒരു കോർണർ യൂണിറ്റ് ഇതിനകത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ കിച്ചണിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. എല്ലാം ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ്. ഫേബറിൻ്റെ ചിമ്മിനിയും ഹോബും ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെ ഒരു കളർ തീം തന്നെ നല്ല രസമാണ് കേട്ടോ. കൂടുതലൊരു പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നമുക്കിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പിൻവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴ നനയാത്ത രീതിയിലൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇൻസിനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ചെറിയൊരു അടുക്കളത്തോട്ടത്തിനുള്ള സ്ഥലം കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്ന പോലെ ഒരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. എല്ലാ റൂമുകളിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ കബോർഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന പോലെ അകത്തെ ഡ്രോയേഴ്സും എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ ഹൈറ്റിനാണ് നമുക്ക് ഈ കബോർഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ നോക്കിയാൽ ഗ്രോഹെ, ജാഗ്വർ തുടങ്ങി ഏറ്റവും പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഇതിനകത്തെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ സ്റ്റേഴ്സ് നോക്കിയാൽ സ്റ്റേഴ്സ് ഫുള്ളായിട്ട് നമ്മൾ GI പൈപ്പിൽ ഫ്രെയിം ചെയ്തിട്ട് വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മൾബാവോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് വുഡിലാണ് നമുക്ക് ഈ ഒരു സ്റ്റെയർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കി ഇങ്ങോട്ടൊന്ന് കാണിച്ച്. ഈ ഒരു ടെക്സ്ചർ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പനന്തടി പോലെ അല്ലെങ്കിൽ തെങ്ങ് തടി പോളിഷ് ചെയ്ത് വെച്ച കണക്കാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇതിപ്പം സാധാരണ ഗതിയിൽ തടിയിലുള്ള സ്റ്റേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൽ കയറുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഇതിൽ ആ ഒരു പ്രശ്നമില്ല, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മുടെ ലാൻഡിങ് ആണ് ഈ ഒരു സ്പേസ്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ വർക്ക് സ്പേസോ ആക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലഗ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ ഇങ്ങനെ ജനൽ പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ട് ജനലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ചെറിയൊരു ഓപ്പൺ ടെറസാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി വരുന്ന രീതിയിലുള്ള സ്റ്റേഴ്സ് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി,
ഇത് ശരിക്കും നമ്മുടെ ബാക്കിയുള്ള വില്ലാസാണ് കേട്ടോ. അന്ന് നമ്മൾ ഇതിൽ 2 വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1 സെയിലായി, 1 വീട് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് 4.1 സെൻസിലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് 3 സെൻസിനെക്കാളും കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീട് ചൂസ് ചെയ്യാം. ഇതേ കാണുന്ന ആ ഒരു വീട് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത 2 ബെഡ്റൂംസ് ഈ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് തന്നെയാണ്. കബോർഡ് എല്ലാ റൂമുകളിലും പോലും ചെയ്തെടുത്തിട്ടുണ്ട്. കബോർഡെല്ലാം ഇതുപോലെ ചുമരിനകത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ വീടിൻ്റെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഭയങ്കര രസമാണ് കേട്ടോ. സ്പേസ് എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൃത്യമായിട്ടും നീറ്റായിട്ടും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ കാണുന്ന ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് തോന്നത്തില്ല. നമുക്ക് അത്രയും സ്പേഷ്യസ് ആയിട്ട് ഇന്റീരിയർ എല്ലാം തന്നെ ഫീൽ ചെയ്യും. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും ഭയങ്കരമായിട്ട് വലിയൊരു കബോർഡ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഇത് നോക്കിയാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ ഇതിനോട് ചേർന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്ത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം വെക്കാൻ സാധിക്കും. അതുപോലെ താഴേക്കും ഈ കാണുന്ന പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്. അതുപോലെ നമുക്കിതാ ഈ ഒരു റൂമിന് ഒരു ബാൽക്കണി ആക്സസും ഉണ്ട്. നോക്കിയേ, ഇതിങ്ങനെ ഫുള്ളായിട്ടൊരു ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. നൈസ് അല്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഇനി അതല്ല 4.1 സെൻസിൽ ഏകദേശം 1930 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1.04 CR വരും. ഇതേ കണക്ക് തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ടൊരു വില്ലയുണ്ട്. അതിന് സെയിം പ്രൈസാണ്, 85 ലക്ഷം രൂപ തന്നെയാണ്. എന്തായാലും വർക്ക് നിങ്ങൾ നേരിട്ട് വന്ന് കാണുക കേട്ടോ. എന്നു വെച്ചാൽ നമുക്ക് ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ഇത് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ ഒരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. അത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കണ്ടാലും എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.